സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യൻ സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും അത്ഭുതപ്പെടുത്തി എസ് രാജമൗലിയുടെ ബാഹുബലി ദ കൺക്ലൂഷൻ പ്രദർശനം തുടരുകയാണ്. ലോക സിനിമയിൽ തന്നെ കളക്ഷന്റെ കാര്യത്തിൽ റെക്കോർഡ് സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. കേരളത്തിലെയും സർവകാല റെക്കോർഡുകൾ ഇതിനോടകം ബാഹുബലി പിഴുതെറിഞ്ഞു. മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും സിനിമകൾ സൃഷ്ടിച്ച റെക്കോർഡുകളാണ് ബാഹുബലി കാറ്റിൽ പറത്തിയത്. 3 ദിവസത്തെ കളക്ഷൻ ഇങ്ങനെയാണ്. റിലീസ് ചെയ്ത് 3 ദിവസം കൊണ്ട് ബാഹുബലി ദ കൺക്ലൂഷൻ കേരളത്തിൽ നിന്ന് മാത്രം നേടിയത് 17.80 കോടി രൂപയാണ്. കേരളത്തിൽ 10 കോടിയും 15 കോടിയും ഏറ്റവും ആദ്യം കടക്കുന്ന ചിത്രം എന്ന പേര് ചിത്രത്തിന്റെ മലയാള പതിപ്പ് ഇതിനടക്കം സ്വന്തമാക്കി. പുലിമുരുകൻ റെക്കോർഡൊക്കെ പൊളിഞ്ഞു. ഏപ്രിൽ 28-നായിരുന്നു ബാഹുബലി ദ കൺക്ലൂഷൻ തിയേറ്ററുകളിൽ എത്തിയത്. ആദ്യ ദിവസം തന്നെ 6.5 കോടി രൂപയാണ് ചിത്രം കേരളത്തിൽ നിന്നും വാരിയത്. പുലിമുരുകനെ തകർത്ത മമ്മൂട്ടിയുടെ ദ ഗ്രേറ്റ് ഫാദർ ആദ്യ ദിവസം നേടിയ കളക്ഷൻ റെക്കോർഡ് മണിക്കൂറുകൾ കൊണ്ട് ബാഹുബലി തിരുത്തി എഴുതി. വാർത്തകൾ സത്യമാണെങ്കിൽ 2-ാം ദിവസവും 3-ാം ദിവസവും ബാഹുബലിക്ക് ഗംഭീര സ്വീകരണമാണ് കേരളത്തിൽ ലഭിച്ചത്. 5 കോടി വീതം ശനിയും ഞായറും പ്രദർശിപ്പിച്ചതിലൂടെ ചിത്രം നേടി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച വാരാന്ത്യമായിരുന്നു ബാഹുബലിക്ക്. US-ലെയും കാനഡയിലെയും ഓസ്ട്രേലിയയിലെയും ഗൾഫ് രാജ്യങ്ങളിലുമൊക്കെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ബാഹുബലി 3 ദിവസം കൊണ്ട് നേടിയത് 506 കോടി രൂപയാണ്. എല്ലാ ഭാഷകളിലുമായിട്ടാണ് ഈ കണക്ക്. ലോക സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രം ജെയിംസ് കാമറോണിന്റെ അവതാർ ആണ്. 1200 കോടിയോളം ചെലവിട്ടൊരുക്കിയ അവതാർ ആകെ നേടിയ കളക്ഷൻ 2000 കോടിക്കും താഴെയാണ്. ബാഹുബലി ദ കൺക്ലൂഷൻ ഈ വിജയയാത്ര തുടരുകയാണെങ്കിൽ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവതാറിന്റെ റെക്കോർഡ് പൊട്ടിക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തലുകൾ. മലയാളം ഉൾപ്പെടെ 4 ഭാഷകളിലായിട്ടാണ് ബാഹുബലി തിയേറ്ററുകളിൽ എത്തിയത്. 6500 സ്ക്രീനുകളിലെത്തിയ ചിത്രം ആദ്യ ദിവസം വാരിക്കൂട്ടിയത് 121 കോടി രൂപയാണ്. ബോക്സ് ഓഫീസ് ചരിത്രത്തിൽ ഇത് പുതിയ റെക്കോർഡാണ്. 50 കോടിയായിരുന്നു ബാഹുബലി ആദ്യ ഭാഗത്തിന്റെ ഓപ്പണിംഗ് ഡേ കളക്ഷൻ. കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.